എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. CBSE 10ാം ക്ലാസ് ഫിസിക്സിൻ്റെ ടേം 1 ബോർഡ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഒരു മന്ത് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഹ്യൂമൺ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ് എന്നുള്ള നമ്മുടെ റെഡ്യൂസ് സിലബസ് പ്രകാരം നമ്മുടെ ബോർഡ് എക്സാമിന് ടേം 1 എക്സാമിന് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ലൈറ്റ് റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ്റെ രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ബോർഡ് എക്സാമിൻ്റെ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് ബോർഡ് ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും കാണാം NCERT എക്സംപ്ലർ ക്വസ്റ്റ്യൻസ് എന്നാണ് മെയിനായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പം നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് എക്സാം കംപ്ലീറ്റ് MCQ ആയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ആ എക്സംപ്ലർ ക്വസ്റ്റ്യൻസ് എന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കണം. അപ്പം അതിൽ നിന്നുള്ള ഷുവറായിട്ട് നമുക്ക് 100% നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ സാമ്പിൾ പേപ്പർ ബോർഡിൻ്റെ സാമ്പിൾ പേപ്പർ ചെയ്തവർക്കറിയാം, ചില ക്വസ്റ്റ്യൻസ് അതിന് വന്നിട്ടുണ്ട്. അതേ ക്വസ്റ്റ്യൻ ഒന്നും മാറ്റാതെ തന്നെ അതേപോലെ ക്വസ്റ്റ്യൻ സാമ്പിൾ പേപ്പറിൽ വരെ കൊടുത്തിട്ടുണ്ട്. അപ്പം മനസ്സിലാവും എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സംപ്ലർ ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ചാപ്റ്ററിന് മെയിനായിട്ട് വരുന്നത് സ്കാറ്ററിങ്, പിന്നെ റിഫ്രാക്ഷൻ ത്രൂ പ്രിസം, പിന്നെ ഡിസ്പേർഷൻ വരുന്നുണ്ട്, സ്കാറ്ററിങ്ങും വരുന്നുണ്ട്, റെയിൻബോ ഫോർമേഷൻ, പിന്നെ സ്റ്റാർസിൻ്റെ ട്വിങ്ക്ലിങ്, അതൊക്കെയാണ് വരുന്നത്. അതിൻ്റെ ക്ലാസ് ഡിസ്കഷൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അപ്പം അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് കാണാം. ചാപ്റ്റർ പഠിക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A prism ABC with BC as the base is placed in different orientations. A narrow beam of white light is incident on the prism as shown in figure 11.1. In which of the following cases, after dispersion, the third color from the top corresponds to the color of the sky? അപ്പം പ്രിസം വൈറ്റ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ പ്രിസം വെച്ചിരിക്കുന്ന ഓറിയൻറ്റേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വെച്ചിരിക്കുന്നതിൽ ഏത് അറേഞ്ച്മെൻറ്റിലാണ് ആഫ്റ്റർ ഡിസ്പേർഷൻ വൈറ്റ് ലൈറ്റ് ഇതിൽ പാസ് ചെയ്ത് ഡിസ്പേർഷൻ നടന്നതിന് ശേഷം ദ തേർഡ് കളർ ഫ്രം ദ ടോപ്പ് കറസ്പോണ്ട്സ് ടു ദ കളർ ഓഫ് ദ സ്കൈ? തേർഡ് കളർ ഡിസ്പേർഷൻ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരുന്ന എമർജൻറ്റ് ബീം ഓഫ് ലൈറ്റിൽ തേർഡ് കളർ എന്നുള്ളത് കളർ ഓഫ് ദ സ്കൈ. കളർ ഓഫ് ദ സ്കൈ എന്താ? ബ്ലൂ അല്ലേ? അപ്പം അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക? നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് നമ്മൾ എഴുതുക? വയലറ്റ് ഇൻഡിഗോ നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ എഴുതുമ്പം വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതാണ് എന്ത്? സ്പെക്ട്രം. സാധാരണ ഒരു പ്രിസം വെക്കുന്നത് നമ്മൾ ഈ ഡയഗ്രാം 1 പോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? വയലറ്റ് ഇവിടെയും റെഡാണ് ഇവിടെ ടോപ്പിൽ വരിക സ്പെക്ട്രത്തിൻ്റെ. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് ദ തേർഡ് കളർ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ റെഡ്, ഓറഞ്ച്, യെല്ലോ ആണ് എന്ത്? തേർഡ് കളർ വരിക ആദ്യത്തെ ഡയഗ്രാം ആണെങ്കിൽ. രണ്ടാമത്തെ ആണെങ്കിൽ എന്ത് വരും? ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് വയലറ്റ് കിട്ടും. താഴത്തോട്ട് ഇവിടെയാണ് എന്ത് വരിക? റെഡ് വരിക. ഈ രണ്ടാമത്തെ ഡയഗ്രത്തിലുള്ള ഡിസ്പേർഷൻ അത് തല തിരിച്ചിട്ടാണ് നമ്മൾ സാധാരണ വെക്കുന്നതിനെക്കാളും അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളിവിടെ രണ്ടാമത്തെ ഡയഗ്രത്തിൽ പ്രിസം വെച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്ന് പറഞ്ഞാൽ തേർഡ് കളറാണ് അല്ലേ? തേർഡ് കളർ കറസ്പോണ്ട്സ് ടു ദ കളർ ഓഫ് ദ സ്കൈ. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡയഗ്രാം B ആണ്. ക്വസ്റ്റ്യൻ 2. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇത് ഈ ചാപ്റ്ററിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂമറിക്കലൊന്നും ഇല്ല, നമുക്ക് തിയറി ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഹ്യൂമൺ ഐ എന്നുള്ള പാർട്ട് അവർ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാരണം പ്രോബ്ലംസ് ഒന്നും വരില്ല ഇതിൽ. അറ്റ് noon the sun appears white as 4 ഓപ്ഷൻസ് വായിക്കാം. ലൈറ്റ് ഈസ് ലീസ്റ്റ് സ്കാറ്റേർഡ്, ഓൾ ദ കളേഴ്സ് ഓഫ് ദ വൈറ്റ് ലൈറ്റ് ആർ സ്കാറ്റേർഡ് അവേ, ബ്ലൂ കളർ ഈസ് സ്കാറ്റേർഡ് ദ മോസ്റ്റ്, റെഡ് കളർ ഈസ് സ്കാറ്റേർഡ് ദ മോസ്റ്റ്. നോർമൽ എക്സാംസിൽ ഇത് നമ്മുടെ തിയറി ആൻസറായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആൻസറായിട്ട് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിത് എന്തായാലും ഈ ചാപ്റ്ററിന് അത്രേ ചോദിക്കാനുള്ളൂ. ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഇപ്പോൾ ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം. അറ്റ് noon the sun appears white as light is least scattered. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിന ഓഫ് ലൈറ്റ് ആർ ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ റെയിൻബോ? അപ്പോൾ റെയിൻബോ ഫോർമേഷൻ്റെ കാര്യമൊക്കെ ഒന്ന് മനസ്സിൽ ഓർമ്മിക്കുക. വാട്ടർ ഡ്രോപ്ലെറ്റിൽ കൂടെ വൈറ്റ് ലൈറ്റ് കടന്നു പോകുമ്പോൾ
അവിടെ എന്ത് പറ്റും, അവിടെ എയർന്ന് വാട്ടർ ഡ്രോപ്ലെറ്റിലേക്ക് കടക്കുമ്പോൾ അവിടെ റിഫ്രാക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ വരും. പിന്നെ അത് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്നിട്ട് തിരിച്ച് ഒബ്സർവറിൻ്റെ ഐയിലേക്ക് എത്തുമ്പോഴാണ് എന്താ നമ്മൾ റെയിൻബോ കാണുന്നത്. അപ്പം റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ ആൻഡ് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ റെയിൻബോ ഫോർമേഷൻ്റെ ആക്ച്വൽ പ്രോസസ്സ് പഠിക്കുമ്പോൾ നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പഠിക്കും. പക്ഷേ നമ്മുടെ CBSE 10th ലെവലിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ മെൻഷൻ ചെയ്യുന്നില്ല. NCERT ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് ഈ വേർഡ്സ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്തേ മതിയാവും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് റെയിൻബോ ഫോം ചെയ്യുന്നതിൻ്റെ ഒരു പാരഗ്രാഫ് ഉണ്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ. അത് വായിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് ഇതിങ്ങനെ കൊടുത്തിട്ട് കാണാം. റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ ആൻഡ് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ, പഠിച്ചു വെക്കുക. അത് തന്നെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് നമുക്ക് സ്ട്രിക്ട്ലി ഫോളോ ചെയ്തേ പറ്റൂ. ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫെറിക് ഡാഷ്. എന്തുകൊണ്ടാണ് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്? നമുക്കറിയാം, ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്? ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫെറിക് റിഫ്രാക്ഷൻ. ഡിസ്പേർഷൻ അല്ല, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ബൈ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് വാരിയിങ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ്. സ്കാറ്ററിംഗ് അല്ല, ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ബൈ ക്ലൗഡ്സ് അല്ല. ആൻസർ ഇവിടെ ഓപ്ഷൻ ബി. Question 5. The clear sky appears blue because of. ക്ലിയർ സ്കൈ എന്തുകൊണ്ടാണ് നമുക്ക് ബ്ലൂ ആവുന്നത്? നമുക്കറിയാം, അതിൻ്റെ ബേസിക് ഫിനോമിനൻ എന്ന് പറയുന്നത് എന്താണ്? സ്കാറ്ററിംഗ് ആണ്. അപ്പോൾ ഇവിടെ സ്കാറ്ററിംഗ് യൂസ് ചെയ്യുന്ന രണ്ട് ആൻസേഴ്സ് ഉണ്ട് ഇവിടെ. ബ്ലൂ ലൈറ്റ് ഗെറ്റ്സ് അബ്സോർബ്ഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, എലിമിനേറ്റ് ചെയ്യാം, അതില്ല. അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ആർ അബ്സോർബ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അതുമല്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത് സ്കാറ്ററിംഗ്. ദ സ്കാറ്റേർഡ് ഇവിടെ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട് അല്ലേ, സ്കാറ്ററിംഗ് എന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വയലറ്റും ഇത് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, വേവ് ലെങ്ത് കുറവുള്ളത് അധികം സ്കാറ്റേർഡ് ആവും. നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിൽ വേവ് ലെങ്ത് കൂടിയതാണെങ്കിൽ ഈ സ്കാറ്റേർഡും, വേവ് ലെങ്ത് കുറഞ്ഞതാണെങ്കിൽ മോസ്റ്റ് സ്കാറ്റേർഡും ആവും. അപ്പം violet and blue light get scattered more than lights of all other colors by the atmosphere. Option C ആണ് ഇവിടെ correct answer. Okay. ഇനി, which of the following statements is correct regarding the propagation of light of different colors of white light in air? ഇതൊരു ട്രാപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ വേണമെങ്കിൽ, നമുക്കറിയാം സാധാരണ നമ്മൾ പറയുമ്പോൾ റെഡ് കളർ ട്രാവൽസ് ദ ഫാസ്റ്റസ്റ്റ് കമ്പയർഡ് ടു അതർ കളേഴ്സ് അല്ലേ. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ എയർ. എയറിൽ ട്രാവൽ ചെയ്യുമ്പം ഇതിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് കറക്റ്റ് എന്ന് നമുക്ക് ഇത് വായിച്ച് നോക്കാം. റെഡ് ലൈറ്റ് മൂവ്സ് ഫാസ്റ്റസ്റ്റ്, ബ്ലൂ ലൈറ്റ് മൂവ്സ് ഫാസ്റ്റർ ദാൻ ഗ്രീൻ ലൈറ്റ്. എപ്പോഴും നമ്മൾ ആ ഓർഡർ ഓർമ്മിച്ച് വെക്കുക. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ എന്നുള്ള ആ ഒരു ഓർഡർ ഓർമ്മിച്ച് വെക്കുക. റെഡാണ് മുകളിൽ, വയലറ്റ് താഴെ, അങ്ങനെ ഓർമ്മിക്കണം. ഓൾ ദ കളേഴ്സ് ഓഫ് വൈറ്റ് ലൈറ്റ് മൂവ് വിത്ത് ദ സെയിം സ്പീഡ്. യെല്ലോ ലൈറ്റ് മൂവ്സ് വിത്ത് ദ മീൻ സ്പീഡ് ആസ് ദാറ്റ് ഓഫ് ദ റെഡ് ആൻഡ് വയലറ്റ് ലൈറ്റ്. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാവുന്ന ഓപ്ഷൻസ് എയും ബിയും ആണ് അല്ലേ. റെഡ് ലൈറ്റ് മൂവ്സ് ഫാസ്റ്റസ്റ്റ്, ബ്ലൂ ലൈറ്റ് മൂവ്സ് ഫാസ്റ്റർ ദാൻ ഗ്രീൻ ലൈറ്റ്. എങ്ങനെയാണ് വരിക? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പം റെഡ് ഫാസ്റ്റസ്റ്റ് ആണ് എനി ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൽ കയറി കഴിഞ്ഞാൽ റെഡിനാണ് സ്പീഡ് കൂടുതൽ. പിന്നെയുള്ള ബ്ലൂ ലൈറ്റ് മൂവ്സ് ഫാസ്റ്റർ ദാൻ ഗ്രീൻ ലൈറ്റ്. ബ്ലൂ താഴെ വരുന്നത് അല്ലേ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കറക്റ്റാണ്. ഏതിൽ? എനി ട്രാൻസ്പെറൻറ്റ് മീഡിയം അതർ ദാൻ എയർ. എന്തുകൊണ്ടാണ്? എയറിൽ ട്രാവൽ ചെയ്യുമ്പം ഓൾ ദ കളേഴ്സ് ട്രാവൽ വിത്ത് ദ സെയിം സ്പീഡ്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാനിപ്പോൾ അവിടെ പോയിട്ട് റെഡാണ് ഫാസ്റ്റസ്റ്റ് ആണ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമായിരിക്കുന്നു. അല്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ, ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. ഇവിടെ എയറിലായത് കാരണമാണ് നമുക്കറിയാം, നമ്മൾ എയറിലെ കൂടെ ലൈറ്റ് പോകുമ്പോൾ നമ്മൾ വൈറ്റ് കളറായിട്ടാണ് കാണുന്നത് അല്ലേ. നമ്മളതിനെ പല പല കളേഴ്സായിട്ടല്ലല്ലോ കാണുന്നത്. എല്ലാം ഒരേ സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ് നമ്മൾ അത് സിംഗിൾ പോളിക്രോമാറ്റിക് ലൈറ്റിനെ വൈറ്റ് കളറായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർമ്മിക്കുക, ഇത് വെരി ഇമ്പോർട്ടൻറ്റ്.
ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. തെറ്റിക്കരുത്, ഈ ആൻസർ ഒരിക്കലും തെറ്റിക്കരുത്. കൺഫ്യൂഷൻ വരാൻ, തെറ്റിക്കാൻ മാക്സിമം ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. റെഡ് എന്ന് എഴുതാനാണ് എല്ലാ കുട്ടികളും മിക്കവാറും എല്ലാം റെഡ് എന്ന് എഴുതും. അതുകൊണ്ടാണ് പറയുന്നത്. എയറിലായത് കാരണം ഇൻ കേസ് ഇതേ ക്വസ്റ്റ്യൻ ഇതിലേക്കാണ്, ഗ്ലാസ്സിലാണ് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് പോവുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് റെഡ് ആണ് അവിടുത്തെ ആൻസർ വരിക. പക്ഷേ ഇവിടെ എയർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ എയർ ഓൾ ദ കളേഴ്സ് ട്രാവൽ വിത്ത് ദ സെയിം സ്പീഡ്. Question 7. Danger signals installed at the top of tall buildings are red in color. These can be easily seen from a distance because among all the colors, red light. 4 options ആദ്യം നോക്കാം. Is scattered the most by smoke or fog? Is scattered the least by smoke or fog? Is absorbed the most by smoke or fog? Moves fastest in air. Move fastest in air അല്ല, നമ്മളിപ്പോൾ ഓൾറെഡി മനസ്സിലാക്കി. എന്ത്? റെഡ് കളർ. റെഡ് കളറിന് എല്ലാ കളേഴ്സിനും സെയിം സ്പീഡാണ് എന്ത്? എയറിലുള്ളത്. അപ്പോൾ ഇവിടെ ലീസ്റ്റ് സ്കാറ്റേർഡ് ബൈ സ്മോക്ക് ഓർ ഫോഗ് ആണ് എന്ത്? ഡേഞ്ചർ സിഗ്നൽസ് റെഡ് കളറായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8. Which of the following phenomena contribute significantly to the reddish appearance of the sun at sunrise or sunset? ഒന്നും നോക്കാതെ നമുക്ക് ആൻസർ എഴുതാം. ഇവിടെയൊക്കെ ശരിക്കും ഓപ്ഷൻ ഡേ ആവശ്യമില്ല. റെഡ് ലൈറ്റ്, റെഡ് അപ്പിയറൻസ് സൺ ഡ്യൂറിങ് സൺറൈസ് ഓർ സൺസെറ്റ് ഇസ് ബിക്കോസ് ഓഫ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. 9. A bluish color of water in deep sea is due to. ഇവിടെയും നോക്കാനില്ല. ഇതെല്ലാം നമ്മൾ സ്കാറ്ററിങ്ങിൻ്റെ അപ്ലിക്കേഷൻസ് ഇൻ റിയൽ ലൈഫാണ്. എന്ത്? സ്കാറ്ററിങ് കാരണം നമുക്ക് കാണാൻ പറ്റുന്ന ഫിനോമിനാസ് ആണ് ഇതൊക്കെ. റെഡിഷ് അപ്പിയറൻസ് ഓഫ് സൺ ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ്, ബ്ലൂ കളർ ഓഫ് ദ സ്കൈ, ദെൻ ബ്ലൂ കളർ ഓഫ് വാട്ടർ ഇൻ ഡീപ് സീ എല്ലാം എന്താണ്? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ് അതിൻ്റെ പുറകിലുള്ള ഫിനോമിനൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ. Out of all colors making the white light, which one will deviate the most while it passes through the prism? ഇത് ക്വസ്റ്റ്യനിൽ ഇല്ലാത്ത ഡയഗ്രാണ്. ഡയഗ്രാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി വെച്ചതാണ്. ക്വസ്റ്റ്യൻ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാ കളറിലും വെച്ചിട്ട് വിച്ച് കളർ വിൽ ഡീവിയേറ്റ് ദ മോസ്റ്റ് വൈൽ ഇറ്റ് പാസസ് ത്രൂ പ്രിസം. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രം ആക്ച്വൽ പാത്ത് ഹൗ മച്ച് ഇറ്റ് ഡീവിയേറ്റ്സ്. ആ ആക്ച്വൽ പാത്തിൽ പ്രിസം അവിടെ ഇല്ല എങ്കിലും ഒരു പാത്ത് ഉണ്ട്, വൈറ്റ് ലൈറ്റ് നേരെ പോകുമായിരുന്നു. പക്ഷെ പ്രിസം നമ്മൾ അവിടെ വൈറ്റ് ലൈറ്റിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചപ്പോഴേക്ക് എന്തായി? കളേഴ്സ് സ്പ്ലിറ്റായി. അപ്പോൾ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ആക്ച്വൽ പാത്ത് ഹൗ മച്ച് ഡീവിയേഷൻ ടേക്ക് പ്ലേസ്. അതാണ് എന്ത്? ഡീവിയേഷൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം വയലറ്റ്, ഇൻഡിഗോ എപ്പോഴും ഓർമ്മിക്കുക. വയലറ്റ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്പെക്ട്രം, റെഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്പെക്ട്രം. അപ്പോൾ അതേ ഓർഡറിൽ അങ്ങോട്ട് എഴുതിയാൽ നമുക്ക് കാണാം വയലറ്റ് ആണ് ഇവിടെ വരുന്നത്, റെഡ് ടോപ്പിലാണ് വരുന്നത്. അപ്പം ഇവിടെ നോക്കൂ, ഈ ആംഗിൾ നോക്കൂ. ഇതാണ് വയലറ്റിൻ്റെ ആംഗിൾ, ഇതാണ് റെഡിൻ്റെ ആംഗിൾ. അപ്പോൾ റെഡിൻ്റെ ആംഗിൾ ഇതാ ഇത്രയാണ് വരുന്നത്, വയലറ്റിൻ്റെതോ ഇത്രയും വരുന്നുണ്ട് അല്ലേ? ഇത്രയും ആംഗിൾ ഡീവിയേറ്റ് ആയി എന്തിന്? വയലറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ്? വയലറ്റ് ഡീവിയേറ്റ്സ് ദ മാക്സിമം ആൻഡ് റെഡ് ഡീവിയേറ്റ്സ് ദ ലീസ്റ്റ്. ഓക്കെ, അതേപോലെ ഇതിപ്പോൾ റെഡും വയലറ്റും അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ പല കളർ അതിൻ്റെ ഇടയിലുള്ള കളേഴ്സ് മിക്സ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ പോലെ വയലറ്റ് ഇൻഡിഗോ, വയലറ്റ് താഴെ തൊട്ട് മേലോട്ട് വരെ എഴുതുക. മുകളിലുള്ളത് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഡീവിയേഷൻ ഉള്ളതാണ്, താഴെയുള്ളത് ഏറ്റവും മാക്സിമം ഡീവിയേഷൻ ആയിട്ട് വരും. ആ തന്നിരിക്കുന്ന കളേഴ്സിൽ ആ കളേഴ്സ് എടുത്തിട്ട് എഴുതുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നമ്മുടെ സിലബസ് നമ്മൾ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ 2 ചാപ്റ്റേഴ്സിൻ്റെയും ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൃത്യമായിട്ട് പഠിക്കുക, ഷുവറായിട്ട് നിങ്ങൾക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ വരും, ഞാൻ ഷുവറായിട്ട് പറയാണ്. ഒരുപാട് നാളത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഒരുപാട് കുട്ടികൾക്ക് മാർക്ക് കിട്ടിയിട്ടുള്ളതാണ്, പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അത് കാരണം ഞാൻ കൃത്യമായിട്ട് പറയുന്നത് എക്സാംപ്ലറിന് ക്വസ്റ്റ്യൻ 100% ഗ്യാരണ്ടിയാണ്. ഈവൻ വാല്യൂ വരെ മാറ്റാണ്ട് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, എസ്പെഷ്യലി നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമുക്കത് 100% ഗ്യാരണ്ടി പറയാം. സാധാരണ എക്സാമിന് കൂടി അത് വരുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിനി സാമ്പിൾ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് പഠിക്കണം. അപ്പം നിങ്ങൾക്ക് പുതിയതാണ് MCQ എക്സാം എന്ന് പറയുമ്പോൾ പുതിയതാണ്, ആ പാറ്റേൺ വെച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് എക്സാം ഹാളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ സാമ്പിൾ പേപ്പർ CBSE ബോർഡ് റിലീസ് ചെയ്ത സാമ്പിൾ പേപ്പർ ആദ്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. സാമ്പിൾ പേപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഫിസിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫിസിക്സ് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ഇട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എല്ലാ ഫിസിക്സ് ക്വസ്റ്റ്യൻസും ആദ്യം ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റാവുന്നത്ര നിങ്ങളുടെ എക്സാം വരെയുള്ള ടൈമിൽ പറ്റാവുന്നത്രയും നമുക്ക് സാമ്പിൾ പേപ്പേഴ്സ് വേറെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, എക്സാംപ്ലർ ക്വസ്റ്റ്യൻ മാൻഡേറ്ററി ആയിട്ട് പഠിക്കുക. അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മുടെ സാമ്പിൾ CBSE ബോർഡ് റിലീസ് ചെയ്ത് ടേം 1 എക്സാമിൻ്റെ സാമ്പിൾ പേപ്പർ സൊല്യൂഷനായിട്ട് വരാം. ഒറ്റ ക്ലാസ്സിൽ ചെയ്യാം ആ സാമ്പിൾ പേപ്പർ, 2-3 പാർട്ടൊന്നും വേണ്ട, ഒറ്റ ക്ലാസ് ചെയ്താൽ നമുക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒറ്റ ക്ലാസ്സിൽ ചെയ്യാം നമുക്ക് സാമ്പിൾ പേപ്പർ. അതിന് റെഡി ആയിട്ട് വരിക അടുത്ത ക്ലാസ്സിൽ. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ക്ലാസ് ഇടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പം നോട്ടിഫിക്കേഷൻസ് വരും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.